കോഴിക്കോട് വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീടിന് തീപിടിച്ചു. നെല്ലിപ്പുനത്ത് ബാലസുബ്രഹ്മണ്യന്റെയും ഭാര്യ ശ്രീജിയുടെയും വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം 4 മണിയോടെയായിരുന്നു വീടിന് തീപിടിച്ചത്. സംഭവം നടക്കുമ്പോൾ വീട്ടുടമ ബാലസുബ്രഹ്മണ്യന്റെ സംസാരശേഷിയില്ലാത്ത പെങ്ങൾ മായജ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. വീട് തീപിടിക്കുന്നത് കണ്ട് മായജ സമീപത്തെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും അല്പസമയത്തിനകം 2 യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ KSRTC മുൻ ജീവനക്കാരൻ ബാലസുബ്രഹ്മണ്യനും കുടുംബവും. ഡ്രസ്സൊക്കെ പോയി, ഡ്രസ്സെല്ലാം കത്തി, പിന്നെ മകൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം കത്തിപ്പോയി. ഞങ്ങൾ വീടാന്ന് അറിയുന്നില്ല പറഞ്ഞു. ഇതാ വരുന്ന 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്. ഫുള്ള് കത്തുന്നതാണ് കാണുന്നത്. പറയാനില്ല. പൂർണ്ണമായി കത്തിനശിച്ച ബാലസുബ്രഹ്മണ്യന്റെ വീട് വില്ലേജ് ഓഫീസറും സംഘവും സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കുടുംബം ഒറ്റയ്ക്കല്ലെന്നും എല്ലാവിധ സഹായങ്ങളുമായി കൂടെ ഉണ്ടാകുമെന്ന് കൗൺസിലർ MK മഹേഷും പ്രതികരിച്ചു. കണ്ടാലറിയാം, പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോയി. ഇവരെ രേഖകളെല്ലാം നശിച്ച് വളരെ പാവപ്പെട്ടൊരു കക്ഷിയാണ് ആണ്. അപ്പോൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോയി. വൻ സാമ്പത്തിക നഷ്ടം വൻ രൂപത്തിലുണ്ടായിട്ടുണ്ട്. അപകടം നടക്കുമ്പോൾ വീടിന്റെ കാവൽ നായ ലൂണ ചങ്ങല പൊട്ടിച്ച് ഓടിയത് കാരണം ദുരന്തത്തിനിടയിൽ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസമായി മാറി. കൈരളി ന്യൂസ്, കോഴിക്കോട്.